വൈവസ്വത മനുവിന്റെ മക്കൾ. വൈവസ്വത മനുവിന് സന്താനങ്ങളുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടാകാൻ അദ്ദേഹം ഒരു യാഗം നടത്തി. ഈ യാഗത്തിന്റെ ഫലമായി 9 പുത്രന്മാർ ജനിച്ചു. ഇക്ഷ്വാകു, നഭാഗ്, ദൃഷ്ട, ശര്യതി, നരിഷ്യന്ത്, പ്രാംശു, യഷ്ട്, കരുഷ്, വൃഷദ്ര എന്നായിരുന്നു അവരുടെ പേരുകൾ. മനു, മിത്രനും വരുണനും 2 ദേവന്മാർക്കും ഒരു വഴിപാട് നടത്തി. ഈ വഴിപാടിന്റെ ഫലമായി ഇള എന്നൊരു മകൾ ജനിച്ചു. ബുദ്ധൻ ചന്ദ്രന്റെ മകനായിരുന്നു. ബുദ്ധനും ഇലയ്ക്കും പുരൂരവ എന്നൊരു പുത്രനുണ്ടായിരുന്നു. തുടർന്ന് മിത്രയും വരുണനും നൽകിയ അനുഗ്രഹത്താൽ ഇള സുദ്യുമ്നൻ എന്ന പേരായി മാറി. ഉത്കൽ, ഗേ, വിനതാശ്വ എന്നിവരായിരുന്നു സുദ്യുമ്നന്റെ പുത്രന്മാർ. ഉത്കല ഒറീസയിലും ഗേയ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് ഗേയിലും പടിഞ്ഞാറ് വിനതാശ്വയിലും ഭരിച്ചു. നേരത്തെ സ്ത്രീയായിരുന്നതിനാൽ സുദ്യുമ്നൻ ഭരിക്കാൻ അർഹതയില്ലായിരുന്നു. പ്രതിഷ്ഠാന എന്നറിയപ്പെടുന്ന നഗരത്തിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. പുരൂരവയ്ക്ക് ഇത് പിന്നീട് പാരമ്പര്യമായി ലഭിച്ചു. വൈവസ്വത മനു മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ 10 പുത്രന്മാർ ഭൂമിയെ വിഭജിച്ചു. മധ്യപ്രദേശങ്ങളിൽ ഇക്ഷ്വാകു ഭരിച്ചു. അദ്ദേഹത്തിന് 100 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ മൂത്തവന്റെ പേര് വികുക്ഷി. വികുക്ഷി ശാത എന്നറിയപ്പെട്ടു. അതിലൂടെ ഒരു കഥ തൂങ്ങിക്കിടക്കുന്നു. ഇക്ഷ്വാകു ഒരു യാഗം സംഘടിപ്പിക്കാൻ ആഗ്രഹിച്ചു. യാഗത്തിനായി കുറച്ച് മാംസം കൊണ്ടുവരാൻ തന്റെ മകൻ വികുക്ഷിയെ കാട്ടിലേക്ക് അയച്ചു. വേട്ടയാടുന്നതിനിടയിൽ വികുഷിക്ക് വിശപ്പ് തോന്നി. മാംസം കുറച്ച് തിന്നു. ഇതൊരു യാഗമായിരുന്നു. വികുക്ഷിയെ തന്റെ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ വസിഷ്ഠ മുനി ഇക്ഷ്വാകുവിനെ ഉപദേശിച്ചു. അവൻ ഭക്ഷിച്ച മാംസം ഒരു മുയലിന്റെ ശാക മാംസമായതിനാൽ വികുക്ഷി ശാത എന്നറിയപ്പെട്ടു. എന്നാൽ ഇക്ഷ്വാകു മരിച്ചതിനുശേഷം വികുക്ഷി തന്റെ പിതാവിന്റെ രാജ്യത്തിലേക്ക് മടങ്ങിയെത്തി. അവിടെ ഭരിക്കാൻ തുടങ്ങി. ഇതായിരുന്നു അയോധ്യ രാജ്യം. വികുക്ഷിയുടെ പുത്രന്മാരിൽ ഒരാളാണ് കകുത്സ്ഥ്. രാമായണ പ്രശസ്തനായ രാമൻ ഈ വംശത്തിൽ ജനിച്ചു. ദശരഥ മഹാരാജാവിന് 3 പത്നിമാർ: കൗസല്യ, കൈകേയി, സുമിത്ര. കൗസല്യയുടെ മകനായിരുന്നു ശ്രീരാമൻ. അയോധ്യാപതിയായ ശ്രീരാമദേവന്റെ കഥകൾ ഞാൻ പിന്നാലെ പറയാം. ആദിമ മനുഷ്യൻ എന്ന് ഹിന്ദുവിശ്വാസികൾ കരുതുന്നു. മനുവിന്റെ പേരിലാണ് മനുസ്മൃതി അറിയപ്പെടുന്നത്. ഈ സ്മൃതിയിലെ നീതി നിയമങ്ങളും ധർമാചാരങ്ങളുമാണ് ഭാരതത്തിൽ നിലനിന്നിരുന്ന ആര്യ സമൂഹത്തിന്റെയും അതുവഴി അവർ അധിനിവേശം ചെയ്ത് ദ്രാവിഡദേശങ്ങളിലെ ഹിന്ദുവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെയും നിയമവാഴ്ചയുടെ ആധാരം. കേരളത്തിലും ആര്യാധിനിവേശത്തിനുശേഷം അടുത്ത നൂറ്റാണ്ടുവരെ മനുസ്മൃതി പിന്തുടർന്നു വന്നിരുന്നു. ശങ്കരാചാര്യരുടെ ശങ്കരസ്മൃതികൾ പ്രചാരത്തിലാവും വരെ മനുസ്മൃതിക്കായിരുന്നു പ്രാധാന്യം. ഹൈന്ദവ നിയമങ്ങൾ മനുസ്മൃതിയുടെ ചുവടുപിടിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. കാലികമായ മാറ്റങ്ങൾ വരികയും ഇന്ത്യൻ ശിക്ഷാ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തതിനുശേഷം ഇതിൽ പറയുന്ന ആചാരങ്ങളും ധർമ്മങ്ങളും കർമ്മങ്ങളും വിധിന്യായങ്ങളും ശിക്ഷകളുമൊക്കെ ഉപേക്ഷിക്കപ്പെട്ടെങ്കിലും ഇക്കാലത്തും പലരും ആചരിക്കുന്നുണ്ട്. ബ്രാഹ്മണാദികളായ 4 വർണ്ണങ്ങളുടെയും ബ്രഹ്മചര്യാദ്യാശ്രമങ്ങളുടെയും ആചാരങ്ങളും നിയമങ്ങളും സമഗ്രമായി പ്രതിപാദിക്കുന്ന ഇതിൽ 12 അധ്യായങ്ങളിലായി 2684 ശ്ലോകങ്ങളുണ്ട്.